ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എനിക്ക് വളരെ ഒരു യാദൃശ്ചികമായിട്ട് കിട്ടിയ ഒരു ടോപ്പിക്കാണ്. അതായത് ഞാനിന്ന് പുറത്തു പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇട്ടിരുന്ന പാൻസ് എന്ന് പറയുമ്പോൾ ഡെനിം ജീൻസാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇതുപോലത്തെ ജീൻസ് എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്കുള്ളതാണ്. ഇന്നും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ട്. പഴയ സിനിമാസ് കാണുമ്പോഴത്തേക്കും അതിലുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്നുണ്ട്. പണ്ടത്തെ ഫോട്ടോസ്, വളരെ പണ്ടുള്ള ഫോട്ടോസ് നോക്കുമ്പോഴത്തേക്കും അവർ ഇട്ടിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പം ഇത്രയും പോപ്പുലറും ഇത്രയും പഴക്കം ചേർന്ന ഒരു ഫാഷൻ ഡ്രസ്സ് ഒരു മാറ്റവും വരാതെ, ഇന്ന് കുറച്ച് മാറ്റമൊക്കെ വരുന്നുണ്ട്, അവിടെ ഇവിടെ കീറിയൊക്കെ ഉള്ള മാറ്റങ്ങളുണ്ട്, എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റും ഒരു ഡിസൈനൊക്കെ സെയിം ആണ് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സിനെ പറ്റി ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതും നമ്മൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി അധികം ഒന്നും അറിഞ്ഞുകൂടാ അല്ലേ. അപ്പം അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം നമ്മുടെ ജീൻസും, അതായത് നമ്മുടെ ഈ ഡെനിം ജീൻസും കാലിഫോർണിയയും തമ്മിലും, കാലിഫോർണിയ ഗോൾഡ് റഷും തമ്മിലൊക്കെ വളരെ ബന്ധമുണ്ട്. കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ USA ഒരു സ്റ്റേറ്റ് ആണ്. അപ്പം അതുമായിട്ട് എങ്ങനെ ബന്ധമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ 1848 ഗോൾഡ് റഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി കാലിഫോർണിയയിൽ. അതായത് അവിടെ നമ്മുടെ ജെയിംസ് മാർഷൽ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ജോൺ സട്ടർ എന്ന് പറയുന്ന വേറൊരാൾക്ക് വേണ്ടി ഒരു സോമില്ല് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോമില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയൊക്കെ അറുക്കുന്ന സ്ഥലം. അപ്പം അത് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ അടുത്തൂടെ ഉള്ള ഒരു പുഴയിൽ, ഒരു റിവറിൽ എന്തോ തിളങ്ങുന്നതായിട്ട് കണ്ടത്. അത് നോക്കിയപ്പോഴത്തേക്കും ജെയിംസിന് മനസ്സിലായി അത് ഗോൾഡിൻ്റെ ചെറിയ ഗ്രെയിൻസ് ആണ്, തരികളായിരുന്നു. മാലയമോതിരം അങ്ങനെയല്ല, ചെറിയ ചെറിയ തരികൾ. അപ്പം അയാൾ എന്ത് ചെയ്തു, നമ്മുടെ ജോൺ സട്ടറിനെ കൂടെ അത് അറിയിച്ചു. ജോൺ സട്ടറും ജെയിംസും കൂടെ ടെസ്റ്റ് ചെയ്തപ്പം ഇത് എന്താണ്, ഗോൾഡ് തന്നെയാണ് മനസ്സിലായി. ഈ വിവരം വളരെ പെട്ടെന്ന് തന്നെ ആ നാട് മൊത്തം അറിഞ്ഞു. പിന്നെ പല രാജ്യത്തുള്ള ആൾക്കാർ അറിഞ്ഞു. അങ്ങനെ കാലിഫോർണിയ, ഇന്ന് കാണുന്ന കാലിഫോർണിയ അല്ലായിരുന്നു അന്ന് വലിയ ജനത്തിരക്കും അങ്ങനെ ഒന്നുമില്ലാത്ത ചെറിയൊരു സ്ഥലമായിരുന്നു കാലിഫോർണിയ. ഈ പുഴയിലുണ്ട്, ഗോൾഡിൻ്റെ നിക്ഷേപം. അതായത് നമുക്ക് ഖനനം ചെയ്തെടുക്കണ്ട, അല്ലാതെ എന്താണ്, സർഫസിൽ തന്നെ ഗോൾഡ് അവൈലബിൾ ആയിരുന്നു, ചെറിയ ഗ്രെയിൻസ് ഒരുപാട്. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, US പല സ്റ്റേറ്റ്സിൽ നിന്നും, പല സ്ഥലത്തു നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ, അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു, നമ്മുടെ കാലിഫോർണിയയിലോട്ട് വന്നു, ഈ പുഴയിലോട്ട്. അങ്ങനെ അത്രയും ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ ഗോൾഡ്, ആ പുഴയിൽ നിന്നും ഗോൾഡ് ശേഖരിക്കാൻ തുടങ്ങി. അതെങ്ങനെ ശേഖരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പാന്, വലിയ ഒരു വട്ടത്തിലുള്ള പാൻ എടുക്കും. എന്നിട്ട് അവിടുത്തെ മണലും വെള്ളവും ഒക്കെ കോരിയെടുത്ത് അതിനെ അരിച്ച് ചെറിയ ചെറിയ ഗ്രെയിൻസും മണലും ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ് അവർ ഗോൾഡ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് എളുപ്പമുള്ള പണിയല്ല. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം നനയും, മുട്ടുകുത്തി നിൽക്കണം, ഇരിക്കണം, അങ്ങനെ ഒരുപാട് പണിയുള്ള, നമുക്ക് അറിയാമല്ലോ ഖനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സർഫസ് ഖനനം ആയാലും മൈനിങ് ആയാലും പണിയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് കീറുമ്പോൾ അവർ ഇതൊക്കെ തയ്ക്കാൻ കൊണ്ടു കൊടുക്കുന്നത് അടുത്തുള്ള ഒരു തയ്യൽ കടയിലായിരുന്നു. ഈ തയ്യൽ കടക്കാരൻ്റെ പേരാണ് ജേക്കബ് ഡേവിസ്. അപ്പോൾ ഡേവിസ് നോക്കുമ്പോൾ, ഇന്ന് ഡേവിസ് തച്ചു കൊടുക്കുന്ന പാൻറ് നാളെ വീണ്ടും കീറി കൊണ്ടുവരുന്നുണ്ട്. അത് കീറുന്നത് ചില പർട്ടിക്കുലർ ഏരിയസിലാണ്, നമ്മുടെ എന്താണ് സിപ്പിൽ, പിന്നെ പോക്കറ്റ്സിൻ്റെ കോർണേഴ്സിൽ, ഇവിടെയൊക്കെയാണ് കീറുന്നത് സ്ഥിരമായിട്ട്. അവിടെയാണ് കൂടുതൽ സ്ട്രെയിൻ വരുന്ന പ്ലേസസ് അല്ലേ, നമുക്കറിയാം. അപ്പം ഡേവിസ് എന്ത് ചെയ്തു, ഡേവിസ് വിചാരിച്ചു തച്ചു കൊടുക്കുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. അപ്പം ഡേവിസ് അവിടെ ആ കോർണേഴ്സിൽ, അതായത് കീറാൻ സാധ്യതയുള്ള പ്ലേസസിൽ ചെറിയ മെറ്റൽ റിവറ്റ്സ് ഘടിപ്പിച്ചു. മെറ്റൽ റിവറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ, നമ്മൾ ജീൻസിൽ കാണും, നമ്മൾ പാൻസിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ചെറിയ ചെറിയ മെറ്റൽ ഡിസ്ക് പോലത്തുള്ള, പ്ലേറ്റ്സ് പോലത്തുള്ള ചെറിയ സാധനങ്ങൾ നമ്മളെ പോക്കറ്റ്സിലൊക്കെ വച്ചിട്ടുള്ളത് കാണാം അല്ലേ. അപ്പം അത് വച്ചതിന് ശേഷം ഇത് കീറുന്നില്ല, ഈ പാൻസ് ഒന്നും കീറുന്നില്ല. അങ്ങനെ ആ ഒരു ഡേവിസിൻ്റെ ആ പാൻസ് നല്ല പോപ്പുലറായി.
ഒരുപാട് ആൾക്കാർ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഡേവിസ് വിചാരിച്ചു ഇതൊന്ന് പാറ്റൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ തച്ചാലോ എന്ന് പറഞ്ഞ് പാറ്റൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ക്യാഷ് ആവും, പിന്നെ അതിനെ കൊമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യണം ലാർജ് എമൗണ്ട്സിൽ. അപ്പോൾ അതിനൊക്കെ ഒരു ബിസിനസ്മാൻ്റെ സഹായം ആവശ്യമായിട്ട് തോന്നി ഡേവിസിന്. അങ്ങനെ ഡേവിസ് എന്ത് ചെയ്തു, നമ്മുടെ ലീവൈ സ്ട്രോസ് എന്ന് പറയുന്ന ബിസിനസ്മാൻ അടുത്തെത്തി. ആ ബിസിനസ്മാനാണ് ഡേവിസിൻ്റെ കടയിലോട്ട് ക്ലോത്ത് ഒക്കെ എത്തിക്കുന്നത്, ക്ലോത്ത് മർച്ചൻ്റാണ്. അപ്പോൾ ഈ ലീവൈ സ്ട്രോസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ഐഡിയ തോന്നും എന്താണ് ആരാണെന്നുള്ളത് അല്ലേ. ലീവൈ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ ജീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ, നല്ല ബ്രാൻഡഡ് ജീൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറാണ് ലീവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരാണ് ലോകത്ത് ആദ്യമായിട്ട് ബ്ലൂ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്തതും ലീവൈസ് ആണ്. ഓക്കെ, അപ്പോൾ ലീവൈസുമായിട്ട് പാർട്ണർഷിപ്പിൽ എന്ത് ചെയ്തു, കൊമേഴ്ഷ്യലി ഈ ജീൻസ് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തുള്ള പല പല മോഡൽസിലുള്ള പല ടൈപ്പിലുള്ള ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീൻസ് ഉണ്ടായത്, നമ്മുടെ പാൻറ്റ്സ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയേറെ ഹിസ്റ്ററി ഉണ്ടല്ലേ. അപ്പം അതൊക്കെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നിങ്ങൾ ജീൻസ് ഇടുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ ഇടുന്ന ആ ഒരു ജീൻസിന് കാലിഫോർണിയ വരെ ബന്ധമുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.